പാവപ്പെട്ടവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 5 തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേവലം 4 രൂപ 29 പൈസയ്ക്ക് 465 മെഗാവാട്ട് ദീർഘകാലത്തേക്ക് ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. 7 വർഷക്കാലത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള കരാർ 25 വർഷക്കാലത്തേക്കാണ് ആ കരാർ ഉണ്ടാക്കിയത്. അത് 7 വർഷമാകുമ്പോഴേക്കും ആ കരാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് അത് റദ്ദ് ചെയ്തു. 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതിക്ക് ഇന്ന് 12 രൂപ കൊടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് 3000 കോടി രൂപയുടെ അധിക ബാധ്യത ഈ സർക്കാർ കേരളത്തിന്റെ ജനതയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരളത്തിൽ അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് വൈദ്യുതി മേഖലയിൽ കുടിശ്ശിക എന്ന് പറയുന്നത് വെറും 1083 കോടി രൂപയായിരുന്നു. അധികാരം വിട്ടൊഴിഞ്ഞ് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡിനെ 45,000 കോടി രൂപയുടെ കടബാധ്യത വരുത്തിവെച്ച ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് കൃത്യമായിട്ട് അറിയാം, ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുവാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സെസ് വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റാണ്. ആ സെസ് വർദ്ധിപ്പിച്ചപ്പോൾ നമ്മൾ എല്ലാവരും കരുതി സർക്കാരിന് വരുമാനം കൂടുകയല്ലേ, അതിലൂടെ പെൻഷന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവുകയില്ല എന്ന്. എന്നാൽ ആ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ് വർദ്ധിപ്പിച്ചതിലൂടെ ലഭിച്ച അധിക വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടി ഈ നാട്ടിലെ സാധാരണക്കാരായ നമ്മുടെ അമ്മമാർക്കും പാവപ്പെട്ട സഹോദരിമാർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും യഥാർത്ഥത്തിൽ അവരുടെ പെൻഷൻ സംവിധാനങ്ങൾ പോലും ശരിയായ വിധത്തിൽ കൊടുത്തു തീർക്കാൻ വിഷമിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും വൈദ്യുതി ചാർജ് ഇരുട്ടടിയാകുമ്പോൾ, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം ക്രമാതീതമായി ഉയരുമ്പോൾ നാട്ടിനകത്ത് സർക്കാരും പോലീസും ജനങ്ങളെ പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണമെന്നാണ് പോലീസ് കേരളത്തിലെ ജനതയോട് പറയുന്നത്. പക്ഷെ കേരളത്തിന്റെ ജനത കുറുവാ സംഘങ്ങളെയല്ല പേടിക്കുന്നത്, പിണറായി വിജയനെയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെയാണ്. ഇത് കുറുവാ സംഘത്തെക്കാൾ ഭീകരമായ തട്ടിപ്പ് നടത്തുന്ന തട്ടിപ്പ് കമ്പനിയുടെ നായകനാണ് പിണറായി വിജയൻ എന്ന് പറയുവാൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനവുമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ജനങ്ങളെ ഇതുപോലെ ദുരിതത്തിലാഴ്ത്തുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മണ്ഡലം കമ്മിറ്റികൾ, പ്രാദേശിക തലത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇതുപോലുള്ള പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകും. അതിന്റെ ആദ്യപടി സൂചനയാണ് ഇന്ന് കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പഴഞ്ഞി KSEB ഓഫീസിൽ നടത്തിയ ഈ പ്രതിഷേധ സമരം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഈ പ്രതിഷേധ സമര പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.